ഹലോ, വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ് ചോക്ലേറ്റ് മേക്കിംഗ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇംലി ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പുളി, ഇത് കുരുള്ള പുളിയാണ്, സാധാരണ ലൂസ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള പുളിയാണ്. അപ്പോൾ ഇത് 1/2 കപ്പ് 1 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പുളി ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക, മണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് 1 കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നന്നായി തിളപ്പിക്കുക കേട്ടോ. നന്നായി തിളപ്പിക്കുമ്പോഴാണ് ആ പുളിയുടെ സത്തൊക്കെ പുറത്തേക്ക് വരുള്ളൂ. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു മെത്തേഡ്, നമ്മൾ പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക, കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അരിച്ചെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ബ്ലോക്കാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശർക്കര ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഏകദേശം ശർക്കരയൊക്കെ നന്നായിട്ട് അരിഞ്ഞു, പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറുക്കി തുടങ്ങി, പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, നന്നായിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇട്ട് കൊടുക്കാം. ശർക്കരയൊക്കെ അലിഞ്ഞതിന് ശേഷം പുളിയൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് കുറുകി വരുന്നുണ്ടെന്ന്. ആ കട്ടിയാവുന്ന സമയത്ത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുക. ഇനി നമ്മളൊരു പാന് ചൂടാക്കാൻ വെക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ബട്ടറാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ പുളിവെള്ളം മുഴുവനായിട്ടും ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നില്ല, വളരെ കുറച്ച് പുളി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നമ്മളുടെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട്, നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് പുളിവെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് 2 ടീസ്പൂൺ ബട്ടർ പറഞ്ഞത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇംലി സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. അത് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഈ ഒരു ഫ്ലേവറിൽ ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ജീരകം അതൊക്കെ ഒഴിവാക്കിയിട്ട് പുളി മാത്രമായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി നമ്മൾ സാധാരണ മധുരമൊക്കെ ഇട്ട് ഉണക്കി വരുന്ന ഡ്രൈഡ് ജിഞ്ചർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതില്ലാത്തവർ സാധാരണ ഇഞ്ചി നുറുക്കിയിട്ടാലും മതി. അപ്പോൾ ഞാൻ ഡ്രൈഡ് ജിഞ്ചർ നന്നായി ചെറുതാക്കി നുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു, നമ്മൾ ശർക്കരയും പുളിയും കൂടി ചേർത്ത വെള്ളം. ഇനി അതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആ ഒരു മധുരവും പുളിയും ഒന്ന് കമ്പൈൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് പുളി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മധുരം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി വറ്റുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് വരും. ഇനിയിപ്പം ഈ ഒരു സ്റ്റേജിൽ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ചൂടാറുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അത് അത്യാവശ്യം നല്ല ഒലിച്ച് വരാത്ത ഒരു നൂൽപ്പരുവം ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അതല്ല, അതിന് മുമ്പേ എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. ചോക്ലേറ്റിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ചോക്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു ഒഴുകുന്ന രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇംലി ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ചോക്ലേറ്റ് ഇപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇംലി ചൂടാറിയത് ഒന്ന് നോക്കാം. കണ്ടോ, നമ്മൾ ഓഫാക്കുമ്പോഴുള്ള ആ ഒരു ടെക്സ്ചറേ അല്ല നമ്മുടെ ഇംലിക്കിപ്പോൾ നല്ല കട്ടിയായിട്ട് ഒരു അധികം ഒഴുക്കൊന്നും ഇല്ലാതെ ആ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് സാധാരണ നമ്മൾ ഫില്ലിങ് ചെയ്തിരുന്ന ആ ഒരു രീതി പോലെ തന്നെയാണ് ഞാൻ ഫില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ സോഫ്റ്റ് സെൻറ്റർ ചെയ്ത ആ ഒരു അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇംലി ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് സ്പൂണിലൊന്നും എടുത്ത് ഒഴിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ തറ്റത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ഹോൾസ് ഇട്ട് വേണം കട്ട് ചെയ്യാൻ. അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ സാധാരണ സോഫ്റ്റ് സെൻറ്റർ ചെയ്ത അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്ത് എടുക്കുക. അപ്പോൾ ഓർമ്മയില്ലാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ചോക്ലേറ്റ് നമ്മുടെ മോൾഡിൽ ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം തണുക്കാത്ത ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് കൊട്ടിക്കളഞ്ഞ് നീറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫില്ലിങ്സിന് മുകളിലായിട്ട് വീണ്ടും ചോക്ലേറ്റ് ഇട്ട് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് കാണിക്കാത്തത്. ഇനി അഥവാ ഈ ഒരു ഫില്ലിങ്സിൽ എന്തെങ്കിലും സംശയം ബാക്കിയുള്ളവർ നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള വീഡിയോസ് കണ്ടു നോക്കുക. നമ്മൾ സോഫ്റ്റ് സെൻറ്റർ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ സെൻറ്റർ ഫില്ലിംഗ് ഒക്കെ ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ചോക്ലേറ്റ്സ് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചോക്ലേറ്റ്, ഇംലി ചോക്ലേറ്റ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ഫില്ലിംഗ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതല്ല. ഇങ്ങനെ നമുക്ക് വിവിധ ഫ്ലേവറുകളിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾ പല പല പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു റെസിപ്പിയും ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.